10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പാർട്ട് 1 SCERTയുടെ തന്നെ പുസ്തകമാണ് ഇത്. ഇതൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഗവൺമെന്റ് ഓഫ് കേരള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ 2019 ഇറങ്ങിയ പുസ്തകമാണ്. ഇത് തന്നെയാണ് 2020 ഫോളോ ചെയ്യുന്നത്. ഡയറക്ടറുടെ കുറിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പ്ലഡ്ജ്, അതൊക്കെ കഴിഞ്ഞ് കണ്ടൻസ്. ഇവിടെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് കണ്ടൻസ്. 1 അരിത്തമെറ്റിക് സീക്വൻസ്, 2 സർക്കിൾസ്, 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, 4 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, 5 ട്രിഗ്നോമെട്രി, 6 കോർഡിനേറ്റ്സ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ആ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് വായിച്ചു പോവുകയാണ്. ഓരോ പേജും കണ്ട് മനസ്സിലാക്കി എന്താണ് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. അരിത്തമെറ്റിക് സീക്വൻസ്. Hi, this is V.S. Jyotikumar from Jolia Digital Media. ഈ വീഡിയോ ക്ലാസിന്റെ PDF സൗജന്യമായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിച്ചിട്ടുള്ള ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ജോലിയ ഡിജിറ്റൽ മീഡിയയുടെ ഇത്തരം വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അരിത്തമെറ്റിക് സീക്വൻസ്. ഈ പേജിൽ അതിൻ്റെ ടൈറ്റിലുണ്ട്, 4 പടങ്ങൾ കാണിച്ചിട്ടുണ്ട്, 4 സ്ക്വയറുകൾ അല്ലെങ്കിൽ സമചതുരങ്ങൾ ആണ് കാണിച്ചിട്ടുള്ളത്. ഓരോന്നിൻ്റെയും താഴെ 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒബ്വിയസ്ലി വശങ്ങളുടെ നീളമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 സെന്റിമീറ്റർ സ്ക്വയർ, 2 സെന്റിമീറ്റർ സ്ക്വയർ, അങ്ങനെ. സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം നമുക്കറിയാം എല്ലാ വശങ്ങളുടെ നീളവും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഈ വശങ്ങളുടെ നീളം ഒരു സീക്വൻസ് ആയി എഴുതിയാൽ 1, 2, 3, 4 എക്സെട്ര അതങ്ങനെ നീണ്ടുപോകും. അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ ഡിഫറൻസ് അതും 1 ആണ്. 1 കൂട്ടിക്കൂട്ടി പോകുന്ന ഒരു സീക്വൻസ് ആണ് അത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാൻ. 1 സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെ ഏരിയ നമുക്കറിയാം സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ വശം ഗുണം വശമാണ്. അപ്പോൾ 1 സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 1 × 1 = 1. 2 സെന്റിമീറ്റർ നീളമുള്ള സമചതുരത്തിന്റെ ഏരിയ 4 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും, അല്ലേ? 2 × 2 4. അതുപോലെ തന്നെ 3 സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിന്റെ ഏരിയ 9 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 4 സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിന്റെ ഏരിയ 4 × 4 16 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അത് മറ്റൊരു സീക്വൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലേ? 1, 4, 9, 16 അങ്ങനെ പോകും. അത് അതുപോലെ തന്നെ ഇതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. എന്താണ് പെരിമീറ്റർ? വശങ്ങളുടെ നീളങ്ങളുടെ ആകെത്തുകയാണ് പെരിമീറ്റർ, അല്ലേ? സൈഡ് ലെങ്തുകൾ എല്ലാം കൂടി കൂട്ടിക്കിട്ടുന്ന തുകയാണ് പെരിമീറ്റർ. ഈ സമചതുരത്തിന് 1 സെന്റിമീറ്റർ വീതം നീളമുള്ള 4 സൈഡുകൾ ഉണ്ട്. അപ്പോൾ 4 സൈഡ് ലെങ്തിൻ്റെയും കൂടി തുക എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഇതിൻ്റെ എന്താണ് രണ്ടാമത്തെ സമചതുരത്തിൻ്റെത്? അതിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? 2 + 2 + 2 + 2 എത്രയാണ്? 8 സെന്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. ഇതിൻ്റെയോ 3 സെന്റിമീറ്റർ വശമുള്ള സമചതുരം. 3 + 3 6, 6 + 3 9, 9 + 3 12 ആയിരിക്കും അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. 4 സെന്റിമീറ്റർ സമചതുരത്തിൻ്റെത് 4 + 4 8, 8 + 4 12, 12 + 4 16 ആയിരിക്കും അതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ നമുക്കതും ഒരു സീക്വൻസ് ആയിട്ട് എഴുതാം. 4, 8, 12, 16 എക്സെട്ര, അല്ലേ?
4 + 4 8, 8 + 4 12, 12 + 4 16. 4 കൂട്ടിക്കൂട്ടി പോകുന്ന ഒരു സീക്വൻസ് ആണ്. അതായത് കോമൺ ഡിഫറൻസ് 4 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പെരിമീറ്റർ ക്രമമായിട്ട് എഴുതുമ്പോൾ കിട്ടുന്നത്. ഏരിയ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 1 + 3 4, 4 + 5 9, 9 + 7 is 16. കണ്ടില്ലേ? ഇതിന്റെ എല്ലാം ഡിഫറൻസുകൾ വേരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് ഒരു ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇത്തരം സീക്വൻസുകളെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന വിഭാഗത്തിൽ പെടുത്താൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ പേജിൽ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ വശങ്ങളുടെ നീളം ക്രമമായിട്ട് എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് 1 ആണ്. അതുപോലെ തന്നെ വശങ്ങളുടെ നീളങ്ങളുടെ ആകെത്തുകയായ പെരിമീറ്റർ ക്രമമായിട്ട് എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് മറ്റൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് 4 ആണെന്ന് നമ്മൾ കണ്ടു. ഇതേപോലെ ഏരിയ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ രൂപത്തിൽ എഴുതാൻ പറ്റുമോ? ഇല്ല എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം അതിൻ്റെ ഡിഫറൻസുകൾ വേരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 1-നും 4-നും ഇടയ്ക്കുള്ള ഡിഫറൻസ് 3 ആണെങ്കിൽ 4-നും 9-നും ഇടയ്ക്കുള്ള ഡിഫറൻസ് 5 ആണ്. 9-നും 16-നും ഇടയ്ക്കുള്ള ഡിഫറൻസ് 7 ആണ്. അതുകൊണ്ട് തന്നെ ദിസ് സീക്വൻസ് ഡസ് നോട്ട് ഹാവ് എ കോമൺ ഡിഫറൻസ്. അല്ലെ? ഡിഫറൻസ് എന്നുള്ളത് ഡിഫറെന്റ് നമ്പേഴ്സ് ആയിട്ട് മാറിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് വിളിക്കാൻ പറ്റില്ല എന്നാണ് ഈ പേജിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത പേജിൽ ഇതേപോലെ തന്നെ 4 സ്ക്വയറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ലെങ്ത് ഡിഫറെൻ്റ് ആണ്. 1 സെന്റിമീറ്റർ, 1.5 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ, ഇങ്ങനെ 1/2 സെന്റിമീറ്റർ വീതം സൈഡ് ലെങ്ത് കൂടി പോകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണസംഖ്യകൾ മാത്രമല്ല, ഫ്രാക്ഷൻസും ഒരു സീക്വൻസിന്റെ രൂപത്തിൽ എഴുതാൻ കഴിയുമെന്നുള്ളതാണ്. ഇതൊരു പോയിന്റാണ്. അതുപോലെ ഈ സ്ക്വയറിന്റെ ഡയഗണൽ അല്ലെങ്കിൽ വികർണം, ഈ വികർണം √2, 3/2 √2, 2 √2, 5/2 √2 അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതാം. ഡയഗണൽ ലെങ്ത് ആണ് ഒരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. √2 എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇറേഷണൽ നമ്പർ ആണ്. അപ്പോൾ ഇറേഷണൽ നമ്പേഴ്സും സീക്വൻസ് രൂപത്തിൽ എഴുതാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. സീക്വൻസ് അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്താണെന്ന് ഒരു ഡെഫിനിഷൻ ഈ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. A set of numbers written like this as first, second, third and so on according to a particular rule is called a number sequence. നമ്പർ സീക്വൻസ് എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? സീക്വൻസുകൾ നമ്പറുകൾ മാത്രമല്ല, വേറെന്തൊക്കെയാണ് സീക്വൻസ് രൂപത്തിൽ എഴുതാവുന്നത്? 9-ാമത്തെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഈ ബോക്സിനുള്ളിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സീക്വൻസസ്. The word sequence in ordinary language means things occurring one after another in a definite order. ഒരു പ്രത്യേക ക്രമത്തിൽ ഒന്നിനു പിന്നാലെ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പറയാം, 2018-2020 കാലഘട്ടത്തിൽ കേരളത്തിൽ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് കുറെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? നിപ്പ, അത് കഴിഞ്ഞ് പ്രളയം വന്നു, പിന്നീട് കൊറോണ വൈറസ്, വീണ്ടും പ്രളയത്തിന്റെ സാധ്യതകൾ. അതായത് ഒന്നിനു പിന്നാലെ മറ്റൊന്നായിട്ട് കുറെ ദുരന്തങ്ങൾ വന്നു. അതൊരു സീക്വൻസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആണ്, അങ്ങനെ വേണമെങ്കിലും പറയാം.
സോ നമ്പേഴ്സ് മാത്രമല്ല സീക്വൻസ് ആയിട്ട് എഴുതാവുന്നത്. ഈ പോയിന്റ് നോട്ട് ചെയ്യുക. ഇവിടെ 3 പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരു സീക്വൻസിൽ ആണ് ആ പടങ്ങൾ വരച്ചിരിക്കുന്നത്. കണ്ടോ? ഒന്നാമത്തെ പടം, ആ ചിത്രത്തില് ഒരു ട്രയാങ്കിൾ ആണ് ഉള്ളത്. ഇതൊരു ട്രയാങ്കിൾ ആണ്. രണ്ടാമത് ഒരു റെക്റ്റാങ്കിൾ, മൂന്നാമത് പെന്റഗൺ. നമ്മൾ പോളിഗൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? 3 വശങ്ങളുള്ള പോളിഗൺ ആണ് ട്രയാങ്കിൾ. 4 വശങ്ങളുള്ള പോളിഗൺ റെക്റ്റാങ്കിൾ. 5 വശമുള്ള പോളിഗൺ പെന്റഗൺ. ഇവിടെ ഒരു റൂൾ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഓർഡർ ഉണ്ട്. ആദ്യത്തെ പോളിഗണിന് 3 വശം, രണ്ടാമത്തേതിന് 4 വശം, മൂന്നാമത്തെ പോളിഗണിന് 5 വശങ്ങൾ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലോജിക്ക് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ വെച്ചിട്ട് നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും നാലാമത് വരുന്ന പടം തീർച്ചയായിട്ടും ഒരു ഹെക്സഗൺ ആയിരിക്കുമെന്ന്. അതിന് 6 വശങ്ങൾ കാണും. വീണ്ടും അടുത്തതായിട്ട് വരുന്നത് ഹെപ്റ്റഗൺ ആയിരിക്കും. അതിന് 7 വശങ്ങൾ ഉണ്ടായിരിക്കും. അടുത്തത് ഒരു ഒക്ടഗൺ ആയിരിക്കും, അല്ലെങ്കിൽ 8 വശങ്ങളുള്ള അഷ്ടഭുജം ആയിരിക്കും. ആ ഒരു ഓർഡറിൽ ഇതിങ്ങനെ കൂടിക്കൂടി പോകുന്നു. ഈ പടങ്ങളും ഒരു സീക്വൻസ് ആയിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും പറഞ്ഞത് അക്കങ്ങൾ മാത്രമല്ല ശ്രേണി രൂപത്തിൽ എഴുതാൻ കഴിയുന്നതെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. പിന്നെയോ എന്തും സീക്വൻസിന്റെ രൂപത്തിൽ എഴുതാം. പക്ഷെ ഈ അധ്യായത്തിൽ പഠിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ച് മാത്രമാണ്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്നുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ വ്യക്തമായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിലേക്ക് കടക്കും മുമ്പ് ഓർത്തു വയ്ക്കേണ്ട ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അധ്യാപകർ ആവർത്തിച്ച് പറയുന്ന ചില സാങ്കേതിക പദങ്ങളുണ്ട് അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടവ. അവ ഒന്നൊന്നായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുല എന്ന് വിശേഷിപ്പിക്കാവുന്ന xn ഈക്വൽസ് f പ്ലസ് n-1 ഇൻറ്റു d എന്ന സമവാക്യവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങൾ ഒന്ന് പരിശോധിക്കാം. f is the first term. ശ്രേണിയിലെ ഒന്നാമത്തെ പദമാണ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമിനെ x1 എന്നും വിളിക്കാറുണ്ട്. ഈ ഒരു ലോജിക്ക് വെച്ച് രണ്ടാം പദത്തെ x2 എന്നും മൂന്നാം പദത്തെ x3 എന്നും വിളിക്കാം. ഇവിടെ എക്സിനോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്ന 1, 2, 3 നൊട്ടേഷനുകൾ കണ്ടില്ലേ? ഇവിടെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. പദത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ എവിടെയാണെന്ന് സൂചിപ്പിക്കുന്നു. പ്രോബ്ലത്തിലെ പദത്തിന്റെ സ്ഥാനം കൃത്യമായി പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എക്സിനോടൊപ്പം n എന്ന നൊട്ടേഷൻ ഉപയോഗിക്കുന്നത്. xn എന്നാൽ എന്നാം പദം എന്ന് അർത്ഥം. n എന്നത് പദത്തിന്റെ പൊസിഷൻ നമ്പറിനെ സൂചിപ്പിക്കുന്നു. D is the common difference. Common difference is the difference between two consecutive terms. Consecutive എന്നാൽ അടുത്തടുത്തുള്ളവ എന്നർത്ഥം. അടുത്തടുത്തുള്ള 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് കോമൺ ഡിഫറൻസ്.